ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സകല പ്രവാസികളുമായുള്ളവരെ ഈ യഹോവയ്ക്ക് ആത്മാവ് സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ യഹോവ തന്നെ ദൈവം എന്നറിവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി. നാം ദൈവത്തിലുള്ളവർ ആകുന്നു. നമ്മുടെ തലകളെ വളക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ ഉറവിടമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ പിതാവേ, ഈ വിശുദ്ധാലയത്തിൽ നിന്ന് അങ്ങേ ആരാധിക്കുന്നതിനും അങ്ങയോടും ദൈവമക്കളോടും കൂട്ടായ്മ അനുഭവിക്കുന്നതിനും വിളിച്ചിരിക്കുന്നതായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആത്മാവിലും സത്യത്തിനും അങ്ങേ ആരാധിക്കുന്നതിന് സഹായിക്കണമേ. ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും പെന്തക്കോസ്ത് അനുഭവം ഞങ്ങൾക്ക് ഈ ആരാധനമെന്ന് നൽകി ഞങ്ങളെ അങ്ങ് ആസ്വദിക്കണമേ. ഇന്ന് ഞങ്ങളുടെ അതിർകളിൽ പുറപ്പെടുന്ന സ്ഥിതികൾ ഞങ്ങളുടെ നിത്യജീവിതത്തിൽ പ്രതിഫലിക്കുവാൻ ഇടയാകണമേ. ലോകം മുഴുവനും കോവിഡ് രോഗത്താൽ വളരെ ഭാരത്തോടും പ്രയാസത്തോടും ഭവനങ്ങളിൽ ആയിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ തിരുനാമത്തിൽ വഴി നടത്തുവാൻ പോകുന്ന കൃപയോട് ശ്രദ്ധിച്ചു. അങ്ങായിരിക്കുന്നിടങ്ങളിൽ ആരാധിക്കുന്ന ഈ ആരാധനകളുടെ സാന്നിധ്യപ്പെട്ടിരിക്കണം. ഞങ്ങളുടെ കൃപയും സാന്നിധ്യത്താൽ പഠനം യേശുവിന്റെ പ്രാർത്ഥനയേക്കണം. സർവ്വസ്ഥനായ പിതാവേ, ആമേൻ. നമുക്കെല്ലാവർക്കും നിൽക്കുമ്പോൾ തന്നെ ക്രിസ്തീയ പാഠപുസ്തകത്തിലെ 29ാമത്തെ ഗീതം കോയനോടൊപ്പം ചേർന്ന് പാടും. ക്രിസ്തീയ പാഠപുസ്തകത്തിലെ 29ാമത്തെ ഗീതം. Oh
നമുക്ക് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധനക്രമം 6-ാം പുറത്തിൽ കാണപ്പെടുന്ന 4-ാമത്തെ സ്തുതിക്കാനുകൾ അതിനായി ഉപയോഗിക്കാം. ആരാധനക്രമം 6-ാം പുറത്തിൽ കാണപ്പെടുന്ന 4-ാമത്തെ സ്തുതിക്കാനുകൾ. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക. നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക. യഹോവ മഹാദൈവമല്ലോ, ഭൂമിയുടെ അധോഭാഗങ്ങൾ അവിടുത്തെ കയ്യിൽ ആകുന്നു. സമുദ്രം അവിടുത്തേത്, അവിടുന്ന് അതിനെ ഉണ്ടാക്കി. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമുക്ക് ചേർന്ന് സ്തുതിക്കാം. അവിടുന്ന് നമ്മുടെ ദൈവം, നാമോ അവിടുത്തെ മേക്കുന്ന ജനവും അവിടുത്തെ കയ്യിലെ ആടുകളും തന്നെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് സകല നീതി കൂട്ടി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആവുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്നു അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും അവിടത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി അങ്ങയുടെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനില്ല. അങ്ങയുടെ കൂലിക്കാരൊരുത്തിനെ പോലെ എന്നെ ആക്കണമേ എന്ന് ഞാൻ പറയുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നിടങ്ങളിൽ മുഴങ്കാലുകളെ മടക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും കുറ്റങ്ങളെയും ഓർത്ത് ദൈവസന്നിധിയിൽ അനുഭവിക്കാം. പലതുമായ കുറവുകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു. എല്ലാ ബലഹീനകളെയും പാവപ്രവൃത്തികളും ഓർത്ത് ദൈവസന്നിധിയിൽ ക്ഷമയാചനം ചെയ്യാം. ആരാധനക്രമം 12-ാം പുറത്തിൽ കാണപ്പെടുന്ന പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. ഓരോ പ്രാർത്ഥനയുടെ പിന്നാലെയും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയും കൃപയും നിറഞ്ഞ ദൈവമേ, നുറുങ്ങിയ ഹൃദയമുള്ളവർക്ക് തൻ്റെ രക്ഷ നൽകുന്നതിന് എപ്പോഴും ഒരുങ്ങിയിരിക്കുന്ന അടിയാരുടെ അഭിയാചനങ്ങൾ ചെവിക്കൊള്ളുവാൻ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തിന്മകളും പലവിധമായ അനുസരണക്കേടുമോർത്ത് ഞങ്ങൾ ഹൃദയം നുറുങ്ങി സങ്കടപ്പെടുന്നു. നിർമ്മലവും രമ്യമായി ചിന്തിക്കുന്ന രസമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുന്ന ചിന്താഗതി, ഭയം, സംശയം, ആശങ്ക, പക എന്നീ ദോഷങ്ങളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. ഞങ്ങളുടെ ഹൃദയ കാഠിന്യം, അഹങ്കാരം, ആത്മസംതൃപ്തി, ഞങ്ങൾ മനഃപൂർവ്വമായി ചെയ്തുപോയ അക്രമങ്ങൾ, ഇവയിൽ നിന്ന് മോചനം നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെല്ലാ രഹസ്യ പാപങ്ങൾക്കായി, മനഃപൂർവ്വമായ കുറ്റങ്ങൾക്കായി ഞങ്ങൾ ക്ഷമായാചനം ചെയ്യുന്നു. ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ഈർഷ്യയും കയ്പ് നിറഞ്ഞ വാക്കുകൾ, ഞങ്ങളുടെ പ്രേരണയെ സംഭവിച്ചിട്ടുള്ള ശണ്ടകളോർത്തും മനുഷ്യരുടെ സ്നേഹവും സമാധാനം ഉണ്ടാക്കുന്ന ലഭിച്ച നല്ല സന്ദർഭങ്ങൾ പാഴാക്കി ഞങ്ങൾ ദുഃഖിക്കുന്നു. മറ്റുള്ളവർ സഹിക്കുന്ന അന്യായങ്ങളും സംഘടനകൾ കണ്ടിട്ട് അവയൽപ്പം പോലും കെട്ടിമുക്കാതെ ഞങ്ങൾക്ക് ലഭിച്ച നന്മകൾ മറ്റുള്ളവരുമായി പങ്കിടാതെ ദുരുപയോഗപ്പെടുത്തി തോർത്തു ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ കാണിച്ച അമിതമായ താല്പര്യം ഓർത്തു സഹോദര സ്നേഹം കൂടാതെ ജീവിച്ചു തോർത്തു ഞങ്ങൾ മഹാസങ്കടത്തോടുകൂടി അങ്ങയെ സമീപിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകൾ ചെറുക്കണമേ. ഞങ്ങൾ അങ്ങയുടെ പാപങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെടാവുന്നുവെങ്കിലും അവിടുത്തെ മഹാകരുണ കൊണ്ട് അവയിൽ നിന്ന് ഞങ്ങളെ അഴിച്ചു ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. അവയെ ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യം നമ്മുടെ പിതാവിൻ്റെ അടുത്തുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കില്ല എന്ന്
യഹോവ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണനുമായ കർത്താവ്, പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്ന അവസരം പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ തുടർന്നും പ്രാർത്ഥനയ്ക്കായിട്ട് അല്പസമയത്തെ വേർതിരിക്കാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മെ പരിപാലിച്ച് നമ്മെ സംരക്ഷിച്ച് വഴിയെടുത്ത ദൈവത്തിന് മഹത്വം കരയറ്റും. ലോകം മുഴുവനും COVID-19 എന്ന രോഗത്താൽ ധാരാളം സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, കൊച്ചുമക്കൾ വേദനയോടും കണ്ണുനീരോടും മതിയായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരുടെ വേർപാടിനെ ഓർത്ത് ദുഃഖത്തിലായിരിക്കും. നമ്മെ കരുതിയ ദൈവത്തെ നമുക്കൊരു നിമിഷം കൊടുക്കാം. നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന് മഹത്വം വരട്ടെ. തുടർന്നുള്ള ദിനങ്ങളിലും ദൈവത്തിൻ്റെ കരുതലും കരുണയും ദൈവീയ സംരക്ഷണം നാം ഏവരും അനുഭവിച്ചറിയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മത്തിൻ്റെ ദൈവസ്ഥിതിയിൽ വിനയപ്പെടുത്തിക്കൊണ്ട് ആരാധനക്രമം 15-ാം പുറത്ത് കാണപ്പെടുന്ന പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. ആരാധനക്രമം 15-ാം പുറത്ത് കാണപ്പെടുന്ന പ്രാർത്ഥന. നിത്യനായ ദൈവമേ, അങ്ങ് നീതിയും വിശുദ്ധിയും സ്നേഹമുള്ളവനാകിയാൽ അങ്ങ് സകലത്തെയും ഭരിക്കുന്നത് കൊണ്ട് ക്രിസ്തയേശു ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് മാതാപിതാക്കൾ, മക്കൾ, ദമ്പതികൾ, സഹോദരി സഹോദരൻ മുതലായ പരവത്തിൽ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സഭാ ശുശ്രൂഷകന്മാർ, ബോധകന്മാർ, മിഷണറിമാർ, അധ്യാപകന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, തൊഴിലാളികൾ, മറ്റു സുഹൃത്തുക്കൾ എന്നിവർക്കായി ഞങ്ങളുടെ രാജ്യത്തിനും ഭരണ സംവിധാനത്തിനും വേണ്ടി ആടുമാടുകൾ, മഴ, വെയിൽ, നിലം, പുരയിട, മറ്റുപജീവന മാർഗങ്ങൾ എന്നിവയ്ക്കായി ദിനംപ്രതിയുള്ള ആഹാരം, വസ്ത്രം, വാസസ്ഥലം എന്നീ നന്മകൾക്കായി ആശുപത്രിയിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും, വിദ്യാലയങ്ങളിലെ കുഞ്ഞുങ്ങളെ എന്നിവർക്കായി കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നതിന് പ്രതിസന്ധികൾ ദൈവ നടത്തിപ്പ് ലഭിച്ചതിനായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെ രക്ഷിക്കുന്നതിന് ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് മരിച്ചു വന്നിട്ട് വീണ്ടും ജീവിക്കുന്നതിനായി ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന ദൈവവചനം എന്ന വിശിഷ്ട ദാനത്തിനായി ദൈവം നമുക്ക് നൽകുന്ന പാപക്ഷമയ്ക്കായും ക്രിസ്തുവിൽ ലഭിക്കുന്ന സമൃദ്ധിയായ ജീവനായും നാം അനുഭവിക്കുന്ന നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാമോ? സ്നേഹമുള്ള പിതാവായ ദൈവമേ, അങ്ങയുടെ നന്മയിലെല്ലായ്പ്പോഴും ആശ്രയിക്കുവാൻ ഞങ്ങൾക്ക് ചെയ്യണമേ. അങ്ങനെയൊക്കെ സദാ സമീപസ്ഥനാവുമെന്ന് അവിടുത്തെ സ്നേഹിതരും കൈവിടുക സർവകാലത്തും നിത്യദൈവം ഞങ്ങളുടെ അഭയസ്ഥാനമാണെന്ന് വിശ്വസിക്കുവാൻ ദൈവത്തിന്റെ പരമാർത്ഥത്തോടെ അടുത്ത് പിന്നിടുവാനും പ്രശാന്തവും സംസ്കൃതമായ മനസ്സോടുകൂടെ അവിടുത്തെ ഇഷ്ടം ചെയ്ത് തിരുനാമത്തെ ബോധപ്പെടുത്തുവാനും ശക്തികളായി യേശു മിശിഹായാൽ ഞങ്ങൾ അങ്ങനെ ഉപേക്ഷിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും ക്രിസ്തീയ പാഠപുസ്തകത്തിലെ 122-ാമത്തെ ഗീതം കോയലോടൊപ്പം ചേർക്കാം. ആശ്വാസമാ സന്തോഷം സന്താപം മാനുലേശം നീക്കേടും തൈലമേ നിന്നാൽ മൂലകരെല്ലാം സ്തോത്രം ചെയ്തു ആരാധിച്ചിടുന്നേ.
ഇന്നാളിൽ ശോഭ ഇന്നാളിൽ രക്ഷിതാവ് ചാവിൽ നിന്നുയർന്നു. ഇന്നാളാം പെന്തക്കോസ്തിൽ ആത്മാവ് ഇറങ്ങി. ഈ മൂന്നു ദിവ്യശോഭ ഇന്നാളിൽ ഉണ്ടായി. ഇന്നാളിൽ സ്വർഗ്ഗമന്ന എന്നും വീണിടുന്നേ. എല്ലാ സഭകളോടും പോകുന്നേ. നിൻ സത്യസുവിശേഷം കേൾക്കുന്നിടത്തെല്ലാം നിൻ കൃപയിൽ ആശ്വാസം ഒഴുകിടുന്നതാ. ഈ സ്വസ്ഥനാളിൽ നിന്നും കൃപാനുഭവിച്ചു നാം വിശുദ്ധാത്മാക്കളോട് സംസർഗം ചെയ്തിടാം. പിതാകുമാരനും വിശുദ്ധാത്മാവിനും സഭയിൽ നന്ദിയാലെ ശ്രേയസ്സുണ്ടാകണം. നമുക്കെല്ലാവർക്കും 15-ാം സങ്കീർത്തനം ഒന്ന് മുതൽ തീർത്തുള്ള വാക്യങ്ങളെ ചേർന്ന് വായിക്കുന്നു. 15-ാം സങ്കീർത്തനം 1 മുതൽ തീർത്തുള്ള വാക്യങ്ങളെ ചേർന്ന് വായിക്കുന്നു. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കരായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസ്കാരിക്കുകയും ചെയ്യും. നാവ് കൊണ്ട് പുറട പറയാതെയും തൻ്റെ കൂട്ടുകാരന് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അവമരണം വരുത്താതെയും ഇരിക്കുന്നു. വർഷനെ നിന്ദിനായി ഇടുകയും യഹോവത്തുമാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. സത്യം ചെയ്തിട്ട് ഛേദമായി മാറാത്തവർ തൻ്റെ ദ്രവ്യം പലിശ കൊടുക്കാതെയും കുറ്റമില്ലാത്ത വിരോധമായി കെട്ടിൽ വാങ്ങാതെയും ഇരിക്കുന്നവർ ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒത്തുണ്ടായിട്ട് ആദിയിലപ്പോഴേക്കും പ്രാർത്ഥന. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നിരിക്കുന്നതുകൊണ്ട് തന്നെ തിരുവചന വേദഭാഗങ്ങളെ നമുക്ക് സേവിക്കാം. വായിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം ഉൽപ്പത്തി 18-ാം അധ്യായം 1 മുതൽ 15 വരെ. ഉൽപ്പത്തി 18-ാം അധ്യായം 1 മുതൽ 15 വരെ. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലമുക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്നെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ പിടിക്കുന്നു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പിൻ, ഞാനൊരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറായുടെ അടുക്കൽ ചെന്നു. നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവ് എടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായൊരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരന്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിൻ കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. അവർ അവനോട്, നിന്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചത് കൂടാരത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും.
അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകൻ ഉണ്ടാകുമെന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതിൽക്കൽ അവന്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. എന്നാൽ അബ്രഹാമും സാറായും വയസ്സ് ചെന്ന് വൃദ്ധരായിരുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറായിക്ക് നിന്നുപോയിരുന്നു. ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗം ഉണ്ടാകുന്നു, എന്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചതെന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരു ആണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറായ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അരുളി ചെയ്തു. സാറ ഭയപ്പെട്ടു, ഇല്ല, ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നീ ചിരിച്ചു എന്ന് അവൻ അരുളി ചെയ്തു. ഈ വായിച്ചു കേട്ട തിരുവചന ഭാഗത്താൽ ദൈവം നമ്മെ ഇവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വാക്യങ്ങളെ നമുക്ക് ആസ്വദിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വാക്യങ്ങളെ നമുക്ക് ആസ്വദിക്കാം. അതിന് ശേഷം യേശു പിന്നെയും തിബിരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധം ആയിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലെ നഥനയേലും സെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാർ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടവ് കയറി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലത്ത് ഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശീമോൻ കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തിലാകിയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചുകൊണ്ട് ചെറിയ പടകിൽ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരേൻ എന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വലിയ കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും പല തീരില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിപ്പിൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആർ എന്ന് അവനോട് ചോദിപ്പാൻ തന്നില്ല. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്ത്. മീനും അങ്ങനെ തന്നെ. യേശു ശിഷ്യന്മാരിൽ നിന്ന് ഉയർത്തുന്നതിന് ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഈ തിരുവചന മർമ്മങ്ങളാൽ ദൈവം നമ്മിവരെയും ഈ പൽക്കാലം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ആരാധനക്രമം 22-ാം പദത്തിൽ കാണപ്പെടുന്ന അപ്പോസ്തല വിശ്വാസ പ്രമാണം വിശ്വാസത്തോടുകൂടി സ്വീകരിച്ചു വെച്ചില്ല. ആരാധനക്രമം 22-ാം പദത്തിൽ കാണപ്പെടുന്ന അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകയുടെ ജനിച്ചു, കഷ്ടപ്പെട്ടു, പറക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി സർവ്വശക്തനായ പിതാവായ ദൈവത്തിന്റെ വലത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധമായ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനെ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്കൊരു നിമിഷം
തലകളെ വണക്കം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയിപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധമായ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നാം അറിയുന്നത് പോലെ തന്നെ ലോകം മുഴുവൻ COVID-19 എന്ന രോഗത്താൽ പല സഹോദരിമാരും ഭാരത്തോടും വേദനയോടെ ആയിരിക്കും. ആശുപത്രികളിലും ഭവനങ്ങളിലും നിരീക്ഷണത്തിലായിരിക്കുന്ന സഹോദരങ്ങളെ നമുക്ക് ഈ സമയത്ത് നോക്കാം. ഈ കാലഘട്ടങ്ങളിൽ ആതുര ശുശ്രൂഷ മേഖലകളിലും പോലീസിലും സുദീർഘമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമുക്ക് നോക്കാം. നമ്മുടെ ഭരണാർത്ഥാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എത്രയും വേഗം നാം ഏവർക്കും ഒരുമിച്ച് കൂടിയിരുന്ന് ദേവാലയത്തിലേക്ക് ആരാധിക്കുവാനുള്ള നിമിഷങ്ങൾ വന്നു ചേരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മാറാരോഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കരം തൊട്ട് ഒരു പരിപൂർണമായ സൗഖ്യം ഈ ദേശത്തിലേക്ക് അയക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാപൂർണമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ അനുഗ്രഹവും ശ്രേഷ്ഠവുമായ ഈ വിശുദ്ധ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥനയോടായിരിക്കുവാൻ അങ്ങ് നൽകിയ അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ ദേശം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന മാറാരോഗത്താൽ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവമേ, ഒരു ഭാഗത്ത് ഒരു ജനത മുഴുവനും രോഗത്താൽ ഭാരത്തോടും വേദനയോടും കടിഞ്ഞിടമതിയായിരിക്കും. മറ്റൊരു ഭാഗത്ത് ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആതുര ശുശ്രൂഷ മേഖലയുള്ളവരും ഭരണകർത്താക്കളും പോലീസുകാരായ ഉദ്യോഗസ്ഥർക്കൊക്കെ പാടുപെടുമ്പോൾ ദൈവമേ, ഭവനങ്ങളിലായിരിക്കുന്ന ഞങ്ങളെ അങ്ങ് സംരക്ഷിച്ചിരിക്കുന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഞങ്ങളങ്ങ് നടത്തിയിരിക്കുന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾ പ്രദാനം ചെയ്യുന്ന കുടുംബങ്ങളെയും ഞങ്ങൾ പ്രദാനം ചെയ്യുന്ന സമൂഹത്തെയും ഞങ്ങൾ പ്രദാനം ചെയ്യുന്ന ദേശത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദേശത്തിലേക്ക് അങ്ങ് സന്ദർശനം നടത്തണമേ. ഞങ്ങളുമേൽ അങ്ങ് ഒരു അനുഗ്രഹത്തെ ചൊരിയാൻ പോകുന്ന കൃപയോർത്ത് സ്തോത്രിച്ചു. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ശക്തനാധികമാണല്ലെന്ന്, അങ്ങനെ അസാധ്യമായതൊന്നുമില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവമേ, പരിപൂർണമായ ഒരു സൗഖ്യം പ്രാപിക്കുക, ഞങ്ങളുടെ ദേശത്തിനൊരു വിടുതൽ പ്രാപിക്കുക ഞങ്ങളെ സഹായിക്കും. അതിനായി ഞങ്ങളുടെ ദേശത്ത് ഒരുക്കുന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ സ്തോത്രിച്ചു. ദൈവമേ, ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ ദേശത്തിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും പ്രാർത്ഥിക്കും. ദൈവമേ, വിവിധതരമായ ഉപജീവന മാർഗത്തിലുള്ളവരായിരുന്നു, എന്നാൽ സാമ്പത്തികമായി ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. അവരുടെ ഇടയിലേക്ക് അങ്ങ് പ്രവർത്തിക്കണം. തക്കതായ സഹായ വസ്തുക്കളെ ഒരുക്കുന്ന കൃപയോർത്ത് ഈ വസ്തുത്വം ചെയ്യും. രോഗബാധിതരായി ഭവനങ്ങളിലായിരിക്കുന്ന സഹോദരങ്ങളെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കും. അപ്പം ഒരു ബദസ്സയുടെ അനുഭവം ഇന്നത്തെ ഈ പൽക്കാലം തന്നെ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് പ്രദാനം ചെയ്യും. അവരായിരിക്കുന്നിടങ്ങളിൽ അവരൊക്കെ തൊടുന്ന കൃപയോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യും. 38 വർഷക്കാലം ബദസ്താക്കുളത്തിലായിരുന്ന മനുഷ്യൻ അങ്ങയുടെ സാന്നിധ്യത്താൽ സൗഖ്യവും വിടുതലും അനുഭവിക്കാൻ കഴിയുമെങ്കിൽ ദൈവമേ, ഞങ്ങളുടെ സഹോദരങ്ങളെയും പൂർണ്ണമായൊരു സൗഖ്യവും വിടുതലും ദയച്ചെന്ന കൃപയോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യും. ദൈവം വരുന്ന ദിനങ്ങളിൽ ദേവാലയത്തിലേക്ക് കടന്നു വന്നു അങ്ങ് ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളങ്ങ് സഹായിക്കും. എന്ന മുഖാന്തരങ്ങൾ ഒരുക്കുന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഇതുമായ ക്ലേശങ്ങളോ പ്രതിസന്ധികളോ രോഗദുരിതങ്ങളൊന്നും തന്നെ കടന്നു വരാതെ നമുക്ക് കാത്തുപരിപാലിക്കും. തുടർന്ന് ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന തിരുവചന സത്യങ്ങളെ പ്രാർത്ഥിക്കും. തിരുവചന പ്രകാരം ഞങ്ങളെ ബലപ്പെടുത്തും. ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ ഉപയോഗിച്ചു. ഈ ശബ്ദങ്ങൾ ശ്രമിക്കുന്ന എല്ലാവരെയും ആശ്വസിക്കും. യേശു വിശാലിക പ്രാർത്ഥന കേൾക്കണം. സ്വർഗസ്വനായ പിതാവേ, ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ക്രിസ്തീയ പാഠ്യപുസ്തകത്തിലെ 295-ാമത്തെ ഗീതം പാടാം. തുടർന്ന് ഏറ്റവും അതിനായ ജീവിതാസസ് നമുക്ക് ആവശ്യമായ തിരുവചന സന്ദേശം നൽകുന്നു. Nos
ജീവനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വിശുദ്ധ ദിവസത്തിൻ്റെ അനുഗ്രഹീതമായ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്മരിക്കുന്നു. ഇന്നത്തെ നല്ല ദിവസത്തിൽ ആരാധനയ്ക്കായി ഞങ്ങൾക്ക് ദേവാലയത്തിൽ കൂടിയിരുവാൻ കഴിയാത്തവിധത്തിൽ നമ്മളെല്ലാവരും ഭവനങ്ങളിൽ നിന്നുകൊണ്ട് അങ്ങേ ധ്യാനിക്കുകയും അങ്ങേ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദൈവമേ, ഈ ആരാധനയുടെ നിമിഷങ്ങളെ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കണം. ആരാധനയുടെ ഇതുവരെയുള്ള ഭാഗങ്ങളിൽ അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് സ്തോത്രം. സ്ഥല കാല ഭേദമന്യേ ഞങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവം ഈ പകൽക്കാലത്തിൻ്റെയും വിശുദ്ധാരാധനയുടെ അനുഗ്രഹം ദൈവവചന കേൾവിയിലൂടെയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സാന്നിധ്യത്തിൻ്റെ മറവിൽ നിങ്ങളെല്ലാവരെയും മറച്ചുകൊള്ളണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. ദൈവത്തിൻ്റെ വിലയേറിയ നാമം എടുത്തുകൊണ്ടുമാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിലുള്ള എല്ലാ സ്നേഹവന്ദനവും ഈ പ്രഭാതത്തിൽ ഒന്നുകൂടെ അറിയിക്കുന്നു. ഇന്നും നമുക്ക് ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയാതെ നമ്മളെല്ലാവരും ഭവനങ്ങളിൽ നിന്നുകൊണ്ട് ഈ ആരാധന ശ്രവിക്കുകയും ശ്രദ്ധിക്കുകയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ലോകാന്തരീക്ഷം വളരെ കലുഷിതമായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളായിരിക്കുന്നിടങ്ങളിൽ ശക്തമായ പ്രാർത്ഥനയോടും നമുക്ക് ലഭിച്ചിട്ടുള്ള വിശ്വാസത്തിൻ്റെ പൈതൃകത്തിൻ്റെ സ്ഥായിയായ നിലനിൽപ്പ് ദൈവകൃപയാൽ അനുഭവിച്ചുകൊണ്ട് തിരുനാമത്തിലുള്ള എല്ലാ നന്മകളും അനുഭവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇത്രയും ആരോഗ്യകരമായി നമ്മയും ചുറ്റുപാടുകളെയും നടത്തുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ തന്നെ പല സാഹചര്യങ്ങളും വിപരീതമായ അവസ്ഥകൾ നിലനിൽക്കുകയാണ്. COVID-19 എന്ന മഹാമാരിയാൽ ഭാരപ്പെടുന്ന ഉറ്റവർ മരണപ്പെട്ടുപോയും മരണപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരും രോഗത്തിൻ്റെ ബാധ ശരീരത്തിൽ ബാധിച്ച് നല്ലവണ്ണം ചികിത്സ ലഭ്യമാകാതെയും ഭാരപ്പെടുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുകളുമുണ്ട്. നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അങ്ങനെ ഭാരപ്പെടുന്ന അവശത അനുഭവിക്കുന്നവരെ പ്രാർത്ഥനയിൽ ഓർക്കുവാനായി പ്രത്യേകം ഓർക്കണമേ എന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ആരാധനാ ദിനം ഒരുമിച്ച് കൂടി വരുവാനുള്ള സമയം വളരെ വേഗം ലഭ്യമാകണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ആഗ്രഹത്തെ പ്രാർത്ഥനയായി ദൈവകരങ്ങൾ സമർപ്പിക്കുകയും ചെയ്യാം. ദൈവം നമുക്ക് അപ്രകാരമുള്ള അനുഗ്രഹീതമായ നാളുകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചന ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രാർത്ഥനയോടെ വചന സന്ദേശം ചിന്തിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള സുവിശേഷ പാഠഭാഗങ്ങളാണ് ഇന്ന് വായിച്ചു കേട്ട വേദപാഠഭാഗങ്ങളിൽ സുവിശേഷ ഭാഗമായി നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചിന്താവിഷയം പുനരുത്ഥാനം ചെയ്തവനായ യേശുക്രിസ്തു തിബരിയാസ് കടൽക്കരയിൽ വന്നു നിന്നുകൊണ്ട് മീൻ പിടിക്കുവാൻ കടന്നുപോയ ശിഷ്യന്മാരെ കരയിലോട്ട് കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഒരുക്കി ആതിഥ്യമരളി നിൽക്കുന്ന ഒരു കർത്താവിനെ വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാന പ്രത്യക്ഷതകൾ സുവിശേഷങ്ങൾ വളരെ മനോഹരമായി വിവരിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം തന്നെ 20-ാം അധ്യായം നമ്മൾ വായിച്ചാൽ പല ആവർത്തി ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷനായി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. യേശുവിൻ്റെ ഈ പ്രത്യക്ഷതകൾ അനുഭവിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഇരുന്ന ഈ ശിഷ്യന്മാരിലെ ചിലരാണ് ഇപ്പോൾ തിബരിയാസ് കടലിൻ്റെ ഉള്ളിൽ മീൻ പിടിക്കുവാനായി കടന്നുപോയിരിക്കുന്നത് എന്നതാണ് വളരെ പ്രാധാന്യം. പ്രത്യേകമായ ഒരു സാഹചര്യത്തിലാണ് യേശു ശിഷ്യന്മാരെ വിളിച്ചത്. പ്രത്യേകിച്ച് ശിവൻ പത്രോസിനെയൊക്കെ കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് അവരെ വിളിച്ച് ഒരു പ്രത്യേകമായ ദൗത്യം നൽകി യേശു അവരെ കൊണ്ടുവന്നു. നിങ്ങൾ ഇനി മീൻ പിടിക്കുന്നവരല്ല, ഞാൻ നിങ്ങളെ മനുഷ്യനെ പിടിക്കുന്നവരാക്കും എന്നുള്ള ദൗത്യത്തോടുകൂടെയാണ്. ഈ വിളിക്കപ്പെട്ട ശിഷ്യന്മാരെ കർത്താവ് തന്നോടുകൂടെ ഇരിക്കാനും പ്രസംഗിക്കുന്നതിനയക്കാനും ഒക്കെ ഉള്ള ധൈര്യം നൽകി, ആത്മീകമായ ഉപദേശങ്ങൾ നൽകി, ഉപദേശിക്കുവാനായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും യേശു അവരെ പറഞ്ഞുവിടുകയും തന്നോടൊപ്പം നിർത്തുവാനായിട്ട് യേശു വളരെ പരിശ്രമിക്കുകയും ചെയ്തു. താൻ ആരാണ് എന്നുള്ള ശക്തമായ ബോധ്യപ്പെടുത്തൽ യേശു തൻ്റെ ശുശ്രൂഷ മേഖലകളിൽ ശിഷ്യന്മാർക്ക് നൽകിയിട്ടുണ്ട്. ഒരിക്കൽ ശിമോൻ പത്രോസ് തന്നെ യേശുവിനോട് യേശുവിൻ്റെ ചോദ്യത്തിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: നീ ജീവനുള്ളവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നാണ്. അത്രയും ശക്തമായ വെളിപ്പെടുത്തലുകളും ശക്തമായ വിശ്വാസ പ്രക്രിയകളും ഉണ്ടായിരുന്ന ശിമോൻ പത്രോസും കൂടെയുള്ളവരുമാണ് ഇപ്പോൾ കടലിൽ മീൻ പിടിക്കുവാനായി കടന്നുപോയിരിക്കുന്നത്. യേശു തങ്ങളോട് പോകുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് നിരാശ ഉണ്ടായിരുന്നു. പക്ഷേ ആ നിരാശകളെല്ലാം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായവും 15-ാം അധ്യായവും 16-ാം അധ്യായവും 17-ാം അധ്യായവും വായിക്കുമ്പോൾ യേശു അവർക്ക് ധൈര്യം പകരുന്നു, ആത്മീക പ്രബോധനങ്ങൾ നൽകുന്നു, അവർക്ക് വേണ്ടി ദൈവത്തോട് പൗരോഹിത്യ പ്രാർത്ഥന നടത്തി അവരെ ശക്തീകരിക്കുന്നു. പക്ഷേ എല്ലാം അനുഭവിച്ചിട്ടും മരിച്ചുപോയ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അടച്ചിട്ട മുറിക്കുള്ളിൽ വന്നവർക്ക് സമാധാനം കൽപ്പിക്കുന്നതുവരെ അനുഭവിച്ചിട്ടും ശിമോൻ പത്രോസ് തൻ്റെ കൂട്ടുവേലക്കാരോട് ചോദിച്ചു, ഞാൻ പഴയതുപോലെ മീൻ പിടിക്കാൻ പോവുകയാണ്. ഇനി ഇവിടെ കാത്തിരുന്നിട്ട് കാര്യമില്ല. യേശു ഉയർത്തെഴുന്നേറ്റ് നമ്മൾ കണ്ടു. പക്ഷേ നിരാശയുടെ ഒരു ശബ്ദമാണ് ശിമോൻ തൻ്റെ കൂട്ടുകാരോട് പറയുന്നത്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. ഇത് കേട്ടുകൊണ്ടിരുന്ന ചില ശിഷ്യന്മാർ യേശുവിനോടുകൂടെ ഇറങ്ങിത്തിരിച്ചു. ഇവരെല്ലാവരും കൂടെ മീൻ പിടിക്കാനായിട്ട് കടന്നുപോയി. അനുഭവിച്ച നന്മകൾ, ലഭ്യമായ സൗഹൃദങ്ങൾ, അവർക്ക് കിട്ടിയതായ ആത്മീക പരിപോഷണങ്ങൾ എല്ലാം ഒരു ചെറിയ പ്രതിസന്ധി വന്നപ്പോൾ ഇതെല്ലാം അവർ മറന്നുപോയി എന്നതാണ്. ഇന്ന് ലോകത്തിൻ്റെയും സംഭവങ്ങൾ ഒരുപക്ഷെ നമ്മൾ പരിശോധിച്ചാൽ
അങ്ങനെയുള്ള അനുഭവങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ കർത്താവായ ക്രിസ്തു തന്നെ വിട്ട് അകന്നുപോയ ശിഷ്യന്മാർ അവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുന്ന ഒരു അനുഭവമല്ല നമുക്ക് സുവിശേഷത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ യേശു ക്രിസ്തു അവരായിരുന്ന സാഹചര്യങ്ങളിലേക്ക് കടന്നു വന്ന് വീണ്ടും അവർക്ക് ദൈവികമായ പുനരുദ്ധാനത്തിൻ്റെ ദർശനം നൽകി അവരെ വീണ്ടും വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ചൈതന്യത നമുക്ക് 21-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ഇവിടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം എന്ന് പറയുന്നത് യേശുവിൻ്റെ ആതിഥ്യത്തിലേക്കുള്ള ക്ഷണം എന്നതാണ്. ആതിഥേയനായിരിക്കുന്ന യേശു ക്രിസ്തു താൻ ഒരുക്കുന്ന പന്തിമേശയിലേക്ക് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു കയറ്റുന്ന മനോഹരമായ ഒരു ദർശനമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യേശുവിൻ്റെ ഭക്ഷണമേശയിലേക്ക് ഒരു അതിഥിയായി പ്രവേശിക്കുക. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ പരിതസ്ഥിതിയിൽ നമ്മുടെ ലോക്ക്ഡൗൺ ആരംഭിച്ച ദിവസം മുതലുള്ള വാർത്താ മാധ്യമങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ അതിഥി എന്ന വാക്ക് ആവർത്തിച്ച് കേൾക്കുന്ന ഒരു വാക്കാണ്. ഇതിനു മുമ്പുള്ള ദിവസങ്ങൾ പരിശോധിച്ചാൽ ബംഗാളിൽ നിന്ന് വന്നവൻ, ഒറീസയിൽ നിന്ന് വന്നവൻ എന്നൊക്കെയായിരുന്നു അവരുടെ പേര്. പക്ഷേ ലോക്ക്ഡൗൺ ആരംഭിച്ചത് മുതൽ അവർക്ക് നമ്മുടെ കൊച്ചു കേരളവും നമ്മുടെ രാജ്യവും മുഴുവനും നൽകിയ പേര് അവർ അതിഥി തൊഴിലാളികൾ എന്നാണ്. ഈ അതിഥി തൊഴിലാളികളെ ഗവൺമെൻറ്റുകൾ തന്നെ മനോഹരമായ ഷെൽട്ടറുകൾ ഒരുക്കി അവർ പറയുന്ന ആഹാരം കൃത്യസമയങ്ങളിൽ കൊണ്ടുകൊടുത്ത് നമ്മുടെ കൊച്ചു കേരളം ഇന്ന് ആതിഥ്യ മര്യാദ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ അതിഥിയായി സ്വീകരിക്കുന്ന ക്ഷണം നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലാകും. ഇന്ന് നമുക്ക് വായിക്കുവാനുള്ള ലേഖന പാഠഭാഗം എബ്രായ ലേഖനം 13-ാം അധ്യായമാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ വാക്യങ്ങളിൽ അതിഥി സൽക്കാരം മറക്കരുത് എന്നൊരു വാക്കാണ്. അതിഥി സൽക്കാരം മറക്കരുത്. അങ്ങനെ അതിഥി സൽക്കാരം ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ള ആതിഥേയ അറിയാതെ ചിലപ്പോഴൊക്കെ ദൈവദൂതന്മാരെ അതിഥികളായി സ്വീകരിച്ച് ശുശ്രൂഷിച്ചിട്ടുണ്ട് എന്നതാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 18-ാം അധ്യായം നമ്മൾ ഇന്ന് വായിച്ചു കേട്ടു. അവിടെ അബ്രഹാമിൻ്റെ അടുക്കിലേക്ക് യാദൃച്ഛികമായി കടന്നു വന്ന 3 ദൂതന്മാർ അബ്രഹാം ഓടിച്ചെന്നവരെ ഒരു മരത്തണലിൽ പിടിച്ചിരുത്തി അവർക്ക് വേണ്ടുന്ന മനോഹരമായ ആഹാരങ്ങൾ തയ്യാറാക്കി അവരുടെ മുന്നിൽ കൊണ്ട് വിളമ്പി അവർ ഭക്ഷിച്ച് തൃപ്തരായി തീരുമ്പോൾ ഈ 3 പേരും അബ്രഹാമിനോട് ഒരു വാഗ്ദാനം കൊടുക്കുന്നു. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഞങ്ങൾ നിന്റെ അടുക്കിലേക്ക് വീണ്ടും വരും. അന്ന് നിനക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇല്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാകും. നിനക്കൊരു മകൻ കിട്ടാൻ പോവുകയാണ്. അബ്രഹാമിൻ്റെ ഭാര്യ അത് കേട്ട് ചിരിച്ചുവെങ്കിലും യാഥാർത്ഥ്യമായി ഇസഹാക്കിന് ജന്മം കൊടുക്കാൻ പ്രായത്തിൻ്റെ അങ്ങേ തലയ്ക്ക് നിൽക്കുന്ന ഈ സാറായി എന്ന അമ്മച്ചിക്ക് സാധിച്ചു എന്നതിൻ്റെ ഒരു കാരണം തൻ്റെ വീട്ടിലേക്ക് നടന്നു കയറി വന്ന ഈ 3 അതിഥികൾക്ക് അവിടെ വാർദ്ധക്യത്തിൻ്റെ സമയത്തിലും മനോഹരമായ ഒരു ആതിഥേയത്വം നൽകുവാൻ ഈ സാറായും അബ്രഹാമും തയ്യാറായി എന്നതാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഒരു നല്ല ആതിഥേയനായി നിന്നുകൊണ്ട് ഇപ്പോൾ ശിഷ്യന്മാരോട് പറയുന്നു, കരയ്ക്ക് വരിക, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരിക, ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്ന ഭക്ഷണം കഴിച്ച് ശക്തരാവുക. ദൈവശബ്ദം ജീവിതത്തിൻ്റെ നിരാശകളെ, ജീവിതത്തിൻ്റെ പിന്മാറ്റത്തെ, ജീവിതത്തിൻ്റെ പതറിപ്പോകുന്ന അനുഭവങ്ങളെ വീണ്ടും പുനഃസ്ഥാപിക്കുന്ന ശക്തിയാണ് എന്നത് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇന്നിൻ്റെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇല്ലായ്മകൾ മുന്നിൽ വരുന്ന സാഹചര്യം എന്ന് തോന്നുമ്പോഴും ആതിഥേയത്വം നൽകുന്ന, വിരുന്നൊരുക്കുന്ന ഒരു യേശു കർത്താവ് നമ്മുടെ അടുക്കലുണ്ട് എന്ന് ബോധ്യപ്പെട്ട് യേശുവിലേക്ക് ചെന്ന് സമൃദ്ധി അനുഭവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നുവെങ്കിൽ അനുഗ്രഹീതമായ അനുഭവങ്ങളെ ജീവിതത്തിൽ കണ്ടെത്താനായിട്ട് കഴിയും. ഇന്ന് നമുക്ക് വായിക്കുവാനായിട്ട് ഉപയോഗിച്ച യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 14 വാക്യങ്ങളിൽ നിന്ന് 4 കാര്യങ്ങൾ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തി ഈ ആരാധന പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമതായി ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ശിഷ്യന്മാരെ കുറിച്ച്. ഈ ശിഷ്യന്മാർ കടലിൽ മീൻ പിടിക്കാൻ പോയിരിക്കുകയാണ്. ഒരു കാലഘട്ടം അവർക്ക് മീൻ പിടിക്കുന്ന ജോലിയായിരുന്നു. പക്ഷെ യേശു അവരെ വിളിച്ചപ്പോൾ അവർക്ക് മനുഷ്യരെ പിടിക്കുന്ന ഒരു ജോലിയാണ് നൽകിയത്. ഇപ്പോൾ ആ ജോലി ഉപേക്ഷിച്ചിട്ട് വീണ്ടും പഴയ ജോലിയിലേക്ക് പോയ ശിഷ്യന്മാരെ ഈ കരയ്ക്കൽ വന്ന് നിൽക്കുന്ന യേശുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമത്തെ വസ്തുത കാണാൻ പറ്റുന്നത് തനിക്കുള്ളവരെ വീണ്ടും വീണ്ടും അന്വേഷിച്ചു വരുന്ന ഒരു നല്ല യേശു എന്നതാണ്. തനിക്കുള്ളവർ പിന്മാറിപ്പോയാലും
തന്നെ വിട്ട് വേറെ വഴിയിലോട്ട് പോയാലും പഴയവയിലേക്ക് തിരിഞ്ഞു പോയാലും ഈ യേശു തനിക്കുള്ളതിനെ വീണ്ടും വീണ്ടും അന്വേഷിച്ചു വരുന്ന ഒരു നല്ല കർത്താവാണ്. യേശു വീണ്ടും വീണ്ടും അന്വേഷിച്ചു വരുന്ന ഒരു കർത്താവാണ്. 21-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കടലിന്റെ ഉള്ളിൽ മീൻ പിടിക്കുവാൻ പോയി ഒരു മീനും കിട്ടാതെ നിരാശയോടുകൂടെ വല അങ്ങോട്ടും ഇങ്ങോട്ടും വീശി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ശിഷ്യന്മാരെ തേടി കടൽക്കരയിൽ യേശു വന്നു നിൽക്കുന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ മനുഷ്യന് പറഞ്ഞു പോകുവാൻ പറ്റും. പക്ഷേ ഒരിക്കലും യേശു നമ്മളെ തള്ളിക്കളയുന്നവനല്ല. യേശു നമ്മളെ ഉപേക്ഷിച്ചു പോകുന്നവനല്ല. നമ്മളെ വീണ്ടും വീണ്ടും തൻ്റെ അടുക്കലേക്ക് കൂട്ടിച്ചേർക്കുന്നവനാണ്. ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് ഇസ്കാരിയോത്ത് യൂദാ യേശുവിനെ ചുംബനം കൊണ്ട് കാണിച്ചു കൊടുത്തു. പടയാളികൾ യേശുവിനെ ബന്ധനസ്ഥനാക്കി ന്യായവിസ്താരത്തിന് കൊണ്ടുപോകുമ്പോൾ അവിടെയും പത്രോസ് ഇരുന്നുകൊണ്ട് യേശുവിനെ തള്ളിപ്പറയുന്നു. പക്ഷേ യേശു പുനരുത്ഥാനം ചെയ്ത ഉടനെ ഈ ശിഷ്യന്മാരെ തേടി വന്നതിന് നമുക്കെല്ലാവർക്കും 20-ാം അധ്യായത്തിൽ കാണാനായിട്ട് പറ്റുന്നു. ഭയപ്പാടോടുകൂടെ ഒളിച്ചിരിക്കുമ്പോഴും ഈ യേശുക്രിസ്തുവിന്റെ 2 ശിഷ്യന്മാർ ക്ലയപ്പാവും കൂട്ടുകാരനും മറ്റൊരു സ്ഥലത്തേക്ക് എമ്മാവുസിലേക്ക് ഒളിച്ചോടുവാൻ തയ്യാറാകുമ്പോഴും അവരെ പിന്നാലെ നടന്ന് അവരെ പുറകെ നടന്ന് വീണ്ടും യഥാസ്ഥാനപ്പെടുത്താൻ തിരഞ്ഞു വരുന്ന, അന്വേഷിച്ചു വരുന്ന, കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല യേശു ഇന്ന് ഈ യേശു നമ്മുടെ അടുക്കൽ നിൽക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ സക്കായിയോടുള്ള സംഭവങ്ങളുടെ അവസാനത്തിൽ എഴുതിയിരിക്കുന്നത്, കാണാതെ പോയതിനെ തിരഞ്ഞെടുപ്പാനത്രേ മനുഷ്യപുത്രൻ വന്നത് എന്നാണ്. കാണാതെ പോയതിനെ തിരഞ്ഞെടുപ്പാൻ വന്ന നല്ല യേശു. 100 ആടുകളുടെ ഉപമ നമുക്ക് എല്ലാവർക്കും അറിയാം. 1 കാണാതെ പോയപ്പോൾ ആ ആട്ടിടയൻ 99 മതി ഉണ്ടല്ലോ, അത് മതി എന്ന് വിചാരിച്ച് തങ്ങി നിൽക്കാതെ വിട്ടുപോയ ഒന്നിനെ കണ്ടെത്താനായി വനാന്തരത്തിലൂടെ അലഞ്ഞു നടക്കുന്ന ഒരു നല്ല ഇടയൻ. യേശു നമ്മുടെ നല്ല ഇടയനാണ്. ഞാനും നിങ്ങൾക്ക് എത്രയോ പ്രാവശ്യം ഈ നല്ല യേശുവിനെ പുനരുത്ഥാനം ചെയ്ത നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ അടുക്കൽ നിന്ന് വഴിമാറിപ്പോയിട്ടുണ്ട്, ദിശ മാറിപ്പോയിട്ടുണ്ട്. യേശു നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം നമ്മൾ വായിച്ചാൽ പുറപ്പാട് പുസ്തകത്തിൽ അത്ഭുതകരമായി ദൈവം അവരെ ഇസ്രായേലിൽ നിന്ന് വിടുവിച്ചു. കനാനിലേക്കുള്ള യാത്രാമധ്യേ എത്രയോ ആവർത്തി ഈ ജനം ദൈവഭാഗത്ത് നിന്ന് പിന്മാറിപ്പോയി, വേറെ വഴിയിലുണ്ട്. പക്ഷേ ഈ കർത്താവ് അവരെ വീണ്ടും തന്റേതാക്കാൻ അവരെ പിന്നാലെ വരുന്ന, അവരോടൊപ്പം നിൽക്കുന്ന ദൈവസാന്നിധ്യത്തെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ പറ്റും. പുനരുത്ഥാനം ചെയ്ത യേശുക്രിസ്തു തനിക്കുള്ളത് അകന്നു പോകുമ്പോൾ, വഴിതെറ്റി പോകുമ്പോൾ അവരുടെ അടുക്കലേക്ക് വന്ന് വീണ്ടും കൂട്ടിച്ചേർക്കുന്ന ഒരു നല്ല രൂപമാണ്. ഈ ദൈവത്തിൻ്റെ ആ കൂട്ടിച്ചേർക്കലിൽ നമുക്കും പങ്കാളിയാകാൻ അവസരമുണ്ട്. നമ്മയും കൂട്ടിച്ചേർക്കാൻ ഈ ദൈവത്തിന് താല്പര്യമുണ്ട്. 2-ാമത്തെ ഭാഗം 21-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. ഈ കടലിൻ്റെ കരയിൽ വന്നിരുന്ന യേശു അകത്തോട്ട് നോക്കി, കടലിലോട്ട് നോക്കി ഒരു ചോദ്യം ചോദിച്ചു. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? 5-ാമത്തെ വാക്യം. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അവർ ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. 6-ാമത്തെ വാക്യം. നിങ്ങൾ നിൽക്കുന്ന പടകിന്റെ വലതുഭാഗത്തോട്ട് വല വീശുവിൻ എന്ന് യേശു അവർക്കൊരു ഉപദേശം നൽകുകയാണ്. അവർ അതനുസരിച്ചു. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പെരുത്ത മീൻകൂട്ടം അവരുടെ വലയിൽ അകപ്പെട്ടു എന്നാണ്. ഒരു പെരുത്ത മീൻകൂട്ടം അവരുടെ വലയിൽ അകപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇല്ലായ്മയായിരുന്നു കഴിഞ്ഞ ഒരു രാത്രിയും ഈ ശിഷ്യന്മാർക്കും ശിമോൻ പത്രോസിനും. അവർ ഒത്തിരി അധ്വാനിച്ചു. 3.5 വർഷങ്ങൾക്ക് മുമ്പേ എപ്പോൾ എവിടെ കടലിൽ മീനുണ്ടെന്ന് കൃത്യമായി കണ്ടുപിടിച്ച് മീൻ പിടിച്ച് ധാരാളമായി കൊണ്ടുവന്ന് ജീവിച്ചിരുന്ന ഈ ശിഷ്യന്മാർക്ക് കഴിഞ്ഞ രാത്രി ഇല്ലായ്മയുടേതായിരുന്നു, വറുമയുടെ രാത്രിയായിരുന്നു. യേശു അവരോട് ചോദിച്ചു, വല്ലതുമുണ്ടോ? ഒന്നുമില്ല എന്ന് പറയാൻ, ഒന്നുമില്ലാത്ത നിരാശയുടെ ശബ്ദം പറയാൻ ഇവരുടെ ജീവിതം അങ്ങനെ ആയിപ്പോയി എന്നതാണ്. വേദപുസ്തകങ്ങൾ പറയുന്നത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ്. യേശു അവരോട് പറഞ്ഞു, പടകിൻ്റെ വലതുഭാഗത്തോട്ട് വല വീശാൻ. ഒരു പെരുത്ത മീൻ കിട്ടി. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ജീവിതത്തിൽ ഇല്ലായ്മ ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ ഇല്ലായ്മ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ പുനരുത്ഥാനം ചെയ്ത യേശു ഇല്ലായ്മ നിൽക്കുന്ന യേശുവായി നമ്മുടെ അടുക്കൽ കടന്നു വരുന്നു.
ഇല്ലായ്മ നിൽക്കുന്നവനായി എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരങ്ങളിലേക്ക് ഭവനത്തിലേക്ക് കടന്നു വരുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് ഞാൻ നിങ്ങൾ ജീവിക്കുമ്പോൾ, ലോകം മുഴുവനും ഈ പ്രതിസന്ധിയായിരിക്കുമ്പോൾ, അധ്വാനിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ശരിയായി ശമ്പളം കയ്യിൽ കിട്ടില്ല എന്നുള്ള ബോധ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്കിതാണ്, ഇല്ലായ്മയുടെ അനുഭവങ്ങൾ എന്നെയും നിങ്ങളെയും ഇങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനും നിങ്ങളും ആരാധിക്കുന്ന ഈ പുനരുത്ഥാനം ചെയ്ത യേശു ഇല്ലായ്മ നിർത്തുവാൻ നമ്മുടെ സമീപെ വരുന്നവനാണ്. പലപ്പോഴും ഉണ്ടെങ്കിലും ഇല്ലായ്മ പറയുന്ന ആളുകളുണ്ടെങ്കിലും നമ്മുടെ ഇല്ലായ്മകളെ, അവസ്ഥകളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു നല്ല യേശു ഉണ്ട് എന്നതിനെ മറന്നു കളയരുത്. നമുക്കുള്ളത് കൊടുക്കുവാൻ കഴിയുമ്പോഴാണ് ആ ഇല്ലായ്മയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നത് എന്ന് മറന്നു പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിലാണെന്ന് തോന്നുന്നു, ഒരു അതിഥി തൊഴിലാളി ഒരു കളക്ടറോട് വിളിച്ചു പറഞ്ഞു, എനിക്ക് ഭക്ഷിക്കാൻ എൻ്റെ വീട്ടിൽ ആഹാരമില്ല. ഉടനെ കളക്ടർ താഴോട്ടുള്ള അധികാരികൾക്ക് റിപ്പോർട്ട് കൊടുത്തു. അന്വേഷിച്ച് ഈ അതിഥി തൊഴിലാളി പാർക്കുന്ന അദ്ദേഹത്തിൻ്റെ ഷട്ടർ ചെന്ന് നോക്കിയപ്പോൾ മനോഹരമായ കോഴിയിറച്ചിയും അരച്ച കരിയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ കരുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ടും ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞത് പട്ടിണി കിടക്കുകയാണ്, എന്തെങ്കിലും കാരണം. ആർത്തി സംസ്കാരം നിറഞ്ഞു നിൽക്കുമ്പോൾ ഇല്ലാത്തവന്റെ ഇല്ലായ്മ അറിയാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നതിനെയും നമ്മൾ മറന്നു കളയുന്നത്. പലപ്പോഴും നമ്മൾ സംഗ്രഹിച്ചു വയ്ക്കേണ്ടതെല്ലാം സംഗ്രഹിച്ചിട്ട് പുറമെ ഇല്ലായ്മ പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇന്ന് നമ്മുടെ കേരള ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും ഒക്കെ സാധാരണപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും സമൃദ്ധിയായത് നൽകുവാൻ തയ്യാറാകുന്നു എന്നുള്ളതിനെ ഞാനും നിങ്ങളും വിസ്മരിക്കുന്ന ഒന്നല്ല എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇല്ലായ്മ നിൽക്കുന്ന ഒരു കർത്താവ് പുനരുത്ഥാനം ചെയ്തവനായി എൻ്റെയും നിങ്ങളുടെ അടുക്കലുണ്ട് എന്നത് ഓർക്കുവാൻ കഴിയുന്നത് നാളെയുടെ വർമ്മകൾ നമ്മളെ ഒന്നും ചെയ്യില്ല എന്ന് ഉറക്കെ പറയാനായിട്ട് നമുക്ക് കഴിയും എന്നതിനെ മറന്നു കളയരുത്. ഇല്ലായ്മ നിൽക്കുന്ന ഒരു നല്ല യേശു നമുക്കുണ്ട്. ഈ പടകിലിരുന്ന ശിഷ്യന്മാർ യേശു പറഞ്ഞതുപോലെ വലതുഭാഗത്ത് വല വീശി കരയിലോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ, പടക് കരയിലെത്തി വല വലിച്ചു കയറ്റുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് 153 വലിയ മീൻ അവർക്ക് കിട്ടി എന്നാണ്. ഇന്നലെ വരെ അവർക്ക് പിടിക്കാൻ കഴിയാതിരുന്നത്. വല കീറാൻ പറ്റുന്ന മീനാണ് കയറിയതെങ്കിലും വല കീറാതെ അവർക്ക് ആ മീനിനെ കരക്കി കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് വെച്ചാൽ, ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നു, ഞാനില്ലാതെ നിനക്കൊരു ഇല്ലായ്മ മാറത്തില്ല, നിനക്കില്ലായ്മ മാറ്റാൻ പറ്റത്തില്ല. ഞാൻ നിന്റെ ഇല്ലായ്മ തീർക്കുന്നവനാണ്, വറുമയ്ക്ക് പരിഹാരം നൽകുന്നവൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങൾ ഇന്ന് അല്ലെങ്കിൽ നാളെ ഒരു ഇല്ലായ്മ വരുമെന്നുള്ള ഭീതി കടന്നു വരുന്നെങ്കിൽ ഓർക്കണമേ, ഈ പുനരുത്ഥാനം ചെയ്ത യേശു എൻ്റെയും നിങ്ങളുടെയും ഇല്ലായ്മകൾ തീർത്തു തരാൻ മതിയായവൻ. മൂന്നാമത്തെ ഭാഗം നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 9ഉം 12ഉം വാക്യങ്ങളാണ്. 21-ാം അധ്യായം 9ഉം 12ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ശിഷ്യന്മാർ കരയ്ക്ക് വരുമ്പോൾ അവർ കാണുന്നത് കനലിൽ ചുട്ടമീനും അപ്പവും അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി ഇവർ കടലിൽ പോയതാണ്, നന്നായിട്ട് അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ യേശു പറഞ്ഞ വാക്കനുസരിച്ച് വല വലതുഭാഗത്ത് വീശി വലിയ മീൻവരുപ്പം കിട്ടി, അതും കൊണ്ട് അവർ കരയിലോട്ട് വരികയാണ്. ശിഷ്യന്മാർ കരയിൽ കയറുമ്പോൾ കാണുന്നത് കനലിൽ ചുട്ടമീനും അപ്പവും തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രാതൽ അവർ കാണുകയാണ്. ഒരു ആതിഥേയനായി കർത്താവിടെ നിന്ന് അവർക്കൊരു വിരുന്നൊരുക്കി വെച്ചിരിക്കുകയാണ്. മൂന്നാമത് ഞാൻ ഈ ഭാഗത്ത് നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്കും നിങ്ങൾക്കും വേണ്ടി വിരുന്നൊരുക്കുന്ന ഒരു നല്ല യേശുവാണ് പുനരുത്ഥാനം ചെയ്ത യേശു. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു വിരുന്നൊരുക്കി തരുന്നവൻ, വിഭവങ്ങൾ തയ്യാറാക്കി തരുന്നവൻ, വന്ന് തീന്മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകുന്ന ആളായിട്ടല്ല കർത്താവിടെ കാണുന്നത്. താൻ തന്നെ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഭക്ഷണമൊരുക്കി അവർക്ക് വേണ്ടി വിളമ്പിക്കൊടുക്കുന്ന ഒരു നല്ല യേശുവിനെയാണ്. 23-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ സങ്കീർത്തനം ദാവീദ് രാജാവ് പറഞ്ഞു വച്ചിരിക്കുന്നത്, ശത്രുക്കളുടെ മുൻപാകെ നമുക്ക് വേണ്ടി മേശ ഒരുക്കുന്ന ഒരു നല്ല യേശു, വിരുന്നൊരുക്കുന്ന യേശു, ജീവിതത്തിൻ്റെ ദാരിദ്ര്യം മാറ്റുവാനായി, ജീവിതത്തിൻ്റെ ആശങ്ക മാറ്റുവാനായി, പ്രതിസന്ധികൾ വരാതെ നമ്മളെ പോഷിപ്പിക്കുവാനായി നമുക്ക് വേണ്ടി വിരുന്നൊരുക്കി തരുന്ന ഒരു നല്ല യേശു നമ്മോട് കൂടെ ഉണ്ട് എന്നതിനെ ഞാനും നിങ്ങളും മറന്നു കളയരുത്.
നമുക്ക് വേണ്ടി വിരുന്ന് വെച്ച് തരുന്ന യേശു ആ വിരുന്നുശാലയിലേക്ക് എന്നെയും നിങ്ങളെയും പാടി വിളിക്കുന്നു. നാലാമതായി അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ശിഷ്യന്മാർക്ക് യേശു പ്രാതൽ നൽകി. അതിനുശേഷം ശിമോൻ പത്രോസിനോട് ഒരേ കാര്യം 3 പ്രാവശ്യം യേശു ചോദിക്കുന്നു. ശിമോനെ, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു. ശിമോനെ, മറ്റുള്ളവരെക്കാൾ നിനക്ക് എന്നോട് പ്രിയമുണ്ട്. 3 ചോദ്യത്തിനും യേശുവിനോട് ശിമോൻ പറഞ്ഞു, അതേ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. 3 പ്രാവശ്യവും പ്രിയമുണ്ട് എന്ന് പറഞ്ഞ ശിമോൻ പത്രോസിനോട് കർത്താവ് കൊടുക്കുന്ന മറുപടി, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, നീ എൻ്റെ ആടുകളെ പാലിക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കുക. പുനരുത്ഥാനം ചെയ്ത യേശു ഈ ശിഷ്യന്മാരെ അന്വേഷിച്ചു വന്ന് ഈ ശിഷ്യന്മാരുടെ ഇല്ലായ്മകൾക്ക് പരിഹാരം കൊടുത്ത് ഈ ശിഷ്യന്മാർക്ക് വേണ്ടി വിരുന്നൊരുക്കി അവരെ സുഭിക്ഷതയിലാക്കിയിട്ട് അങ്ങനെ പറഞ്ഞു വിടുന്ന യേശുവാണ്. പലപ്പോഴും ലോകത്തിൽ ദൈവജനത്തിൻ്റെ ഒരു ആഗ്രഹമുണ്ട്, എല്ലാം ഇങ്ങോട്ട് കിട്ടാനുള്ള ആഗ്രഹമാണ്. സമൃദ്ധിയായി കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ അടുക്കലോട്ട് എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല. പക്ഷേ വേദപുസ്തകത്തിലെ നമ്മുടെ ദൈവം നമുക്ക് നൽകുന്ന ഓരോ അനുഗ്രഹത്തിനും ഒരു പ്രത്യുപകാരം ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതിനെ ഈ പാഠഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അത് കർത്താവിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു ശുശ്രൂഷയാണ്. അല്ല എങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായി നിൽക്കാനുള്ള ഒരു ദൗത്യം എനിക്ക് നൽകിയിട്ടുണ്ട്. ഓരോ ദൈവ പൈതലിനും ഉത്തരവാദിത്വമുണ്ട്. നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ രാജകീയ പുരോഹിത വർഗമാണ്. നമ്മുടെ ദൈവം അങ്ങനെ വിളിച്ചാക്കിയിരിക്കുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഈ രാജകീയ പുരോഹിത വർഗമായ ഞാനും നിങ്ങളും പുനരുത്ഥാനം ചെയ്ത യേശുവിൻ്റെ ഈ ലോകത്തിലെ യേശുവിൻ്റെ സാക്ഷികളാണ്. അതുകൊണ്ട് ഈ പുനരുത്ഥാനം ചെയ്ത യേശു ഇന്ന് നമ്മോട് നൽകുന്ന ഒരാഹ്വാനം, ഒരു ചുമതല വഹിക്കാനാണ്. സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവ് മടങ്ങി വരാനുള്ള ദിവസങ്ങൾ ആസന്നമാകുന്നു. അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. പള്ളി ആരാധനയില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പാട്ടുപാടാൻ പറ്റുന്നില്ല, ഒരുമിച്ച് കൂടാൻ പറ്റുന്നില്ല. എന്തിനേറെ തൊട്ടടുത്തിരിക്കുന്ന സഹോദരനോടൊന്നും ഷാക്കൻ കൊടുത്ത് ഒരു ഹലോ എന്ന് പറയാൻ പറ്റാതെ എല്ലാം കെട്ടിവെച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. മറ്റൊന്നുമല്ല, തമ്പുരാന്റെ വരവിൻ്റെ ദിവസമായി ഇവിടെ ദൈവം വരുമ്പോൾ പുനരുത്ഥാനത്തെ യേശുക്രിസ്തുവിൽ നിന്ന് നന്മ സ്വീകരിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും ഈ കർത്താവിന് വേണ്ടി എന്തുത്തരവാദിത്വങ്ങൾ പൂർത്തീകരിച്ചു എന്നൊരു ചോദ്യത്തിന് മറുപടി കൊടുത്ത് മതിയാകുന്നു. അത് നമുക്കൊരു ഒഴികഴിവ് പറയാനായിട്ട് കഴിയില്ല. കാരണം എനിക്ക് വേണ്ടി മരിച്ചവനാണ് യേശു. നമുക്ക് വേണ്ടിയാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റത്. ആ യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കാൻ ഞാനും നിങ്ങളും ഉത്തരവാദികളാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ അവസാനത്ത് വരെ ഇങ്ങനെയാണ്, ലോകത്തിൻ്റെ അവസാനത്തിൽ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്, പക്ഷേ നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. അതാണ് ഈ ദൈവം നമുക്ക് നൽകിയ ഉത്തരവാദിത്വം. ശിമോൻ പത്രോസിനോട് പറഞ്ഞത് പത്രോസിന് വേണ്ടി മാത്രമല്ല, അവിടുന്ന് ശിഷ്യന്മാരോടും ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എന്നോടും നിങ്ങളോടും. അതുകൊണ്ട് നമുക്ക് ഈ പുനരുത്ഥാനത്തിൽ യേശു നൽകിയിരിക്കുന്ന ഈ ഉത്തരവാദിത്വങ്ങൾ ശിരസാവഹിച്ചുകൊണ്ട് ഈ പുനരുത്ഥാനത്തിൽ യേശുവിൻ്റെ സാക്ഷികളായി മാറാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യങ്ങൾ നമ്മളെല്ലാവരും സങ്കടത്തോടെ ഇരിക്കുന്ന ദിവസമാണ്. വളരെ ഭാരപ്പെട്ടൊക്കെ ഉണ്ട്. പലതിനെ ചൊല്ലി ഭാരപ്പെടേണ്ട കാരണം നമ്മളായിരിക്കുന്നിടത്ത് നമ്മളെ അന്വേഷിച്ചിറങ്ങി വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ വീട്ടിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവിടെ നമ്മുടെ അടുക്കൽ വരുന്ന ഒരു യേശുവാണ്. 2, യേശു ക്രിസ്തു നമ്മുടെ ഇല്ലായ്മകളെ നന്നായി തിരിച്ചറിയുന്നവനാണ്. നമ്മുടെ ഇല്ലായ്മകളെ തിരിച്ചറിയുന്നവനാണ്. ഗവൺമെൻറ് തരുന്ന 15 കിലോ അരി പോലെയോ അല്ലെങ്കിൽ ഒരു ചാക്ക് ഭക്ഷണ കിറ്റ് തരുന്നത് പോലെ അല്ല ഈ തമ്പുരാന്റെ തിരിച്ചറിവിൽ ഇല്ലായ്മ മാറ്റുന്നത്. സമൃദ്ധിയാണ്. വേദപുസ്തകത്തിൻ്റെ പാഠങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ അങ്ങനെയുള്ളത്. ഇല്ലായ്മ നിൽക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന നല്ല ഒരു ആതിഥേയനാണ് എൻ്റെ കർത്താവ്. നമുക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന ഒരു ദൈവമുണ്ട്. 4, ഈ ദൈവം നമ്മളെല്ലാവരെയും തൻ്റെ അടുക്കലേക്ക് ഒരു പുതിയ ചുമതല നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ശിഷ്യന്മാർക്ക്
ആദ്യം ദൈവം ഒരു ചുമതല കൊടുത്തു, നീ മീൻ പിടിക്കുന്നവനാണ്, ഇങ്ങോട്ട് വരിക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഇപ്പോൾ ശിമോനോട് കൂട്ടുകാരോട് പറയുന്നത്, എൻ്റെ ആടുകളെ നയിക്കുക, എൻ്റെ ആടുകളെ പാലിക്കുക, എൻ്റെ ആടുകളെ നീ മേയ്ക്കുക. ഒരു പുതിയ ചുമതല, ഒരു ദൗത്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അതേറ്റെടുത്തുകൊണ്ട് പുനരുത്ഥാനത്തിന്റെ യേശുക്രിസ്തുവിൽ നിന്ന് കിട്ടുന്ന നന്മകൾക്കനുസരിച്ച് സാക്ഷ്യമുള്ള ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും തയ്യാറാകാം. അതിന് സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും ശക്തീകരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായി കൊടുക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കണം. കർത്താവേ, ഞാൻ പിന്മാറിപ്പോകുമ്പോഴും അന്വേഷിച്ചു വരുന്ന ദൈവമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളെ കണ്ട് ഇല്ലായ്മ നിർത്തുന്ന ദൈവം അവിടെ നിന്നാണല്ലോ. എനിക്ക് വേണ്ടി വിരുന്നൊരുക്കുന്നവൻ അങ്ങാണ്. ഈ നന്മകളെല്ലാം അങ്ങ് എനിക്ക് നൽകുമ്പോൾ അങ്ങ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ചുമതലയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അവിടുത്തെ സാക്ഷ്യം വഹിക്കുക, പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യം അത് പൂർത്തീകരിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു ദൈവാകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ചു. സർവശക്തനായ ദൈവമേ, നന്ദിയോടെ സ്തോത്രം. ഈ വിശുദ്ധാരാധനയിലും തിരുസന്നിധിയിലേക്ക് നിങ്ങൾ ഭവനങ്ങളിൽ നിന്നുകൊണ്ട് കണ്ണുകൾ ഉയർത്തുന്നു. നമ്മുടെ ജീവിതങ്ങളെ ഉള്ളതുപോലെ കാണണം, ഉള്ളതുപോലെ അറിയണം. അനുഗ്രഹിക്കുന്ന കരം നീട്ടി നിങ്ങൾ അനുഗ്രഹിച്ച് ശക്തീകരിക്കണം. കർത്താവേ, ഒരുമിച്ചുള്ള കൂടിവരവിൻ്റെ നാളുകൾ ഞങ്ങൾക്കായി അനുവദിച്ചു തന്ന് കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുനരുദ്ധാനം ചെയ്ത യേശുക്രിസ്തുവിൽ നിന്ന് നന്മ അനുഭവിച്ചുകൊണ്ട് ഇവിടുത്തെ പുനരുദ്ധാനത്തിന് സാക്ഷികളായി നിൽക്കാൻ, ഉത്തരവാദിത്വങ്ങൾ പൂർത്തീകരിക്കാൻ എല്ലാവരെയും അവിടുന്ന് പ്രാപ്തിപ്പെടുത്തുമാറാകണമേ. ഇതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഈ ആരാധനയിലൂടെ അനുഗ്രഹിച്ചതുകൊണ്ട് സ്തോത്രം. ദൈവകൃപയെ കാക്കണം. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. പേരുപേരായി യേശുവപ്പ കരങ്ങൾ വഹിക്കണം. ബലഹീനത വരാതെ, ബുദ്ധിമുട്ടുകൾ അകപ്പെട്ടു പോകാതെ എല്ലാവരെയും സംരക്ഷിക്കണം. സർവമഹത്വവും വീഴ്ചയും അങ്ങേക്ക് മാത്രം ആയിരുന്നു. മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥനകൾ കേട്ട് നല്ല പിതാവേ, ആമേൻ. വിശ്വാസത്തോടെ നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം നമ്മുടെ കർത്താവ് രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും സാന്നിധ്യം പ്രിയമുള്ളവരെ നാം ഏവരോടും കൂടെ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.